പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ സ്വാഗതം. നമസ്കാരം സാർ. കോഴിക്കോട് നിന്നും ശാന്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു പുതിയ ചോദ്യമാണ്. അതായത് സാർ, ഈ ഇടയ്ക്ക് ഞാൻ പത്തനംതിട്ട ഭാഗത്തേക്ക് ട്രാവൽ ചെയ്തപ്പോൾ കണ്ട ഒരു പുതിയ തരം വീടിനെ കുറിച്ച് ചോദിക്കാനാണ്. ഒരു ട്രയാങ്കിൾ മോഡൽ വീട്, അല്ലെങ്കിൽ ഒരു വി അക്ഷരം തിരിച്ചു വെച്ച രീതിയിലുള്ള ഒരു വീട് കണ്ടു. താഴെ വരെ, അതായത് ഫ്ലോർ വരെയും ഗ്രൗണ്ട് ഫ്ലോർ വരെയും, 2 നില കെട്ടിടമാണ്, ഗ്രൗണ്ട് ഫ്ലോർ വരെയും ഇതിൻ്റെ റൂഫ് വി ഷേപ്പിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള ട്രയാങ്കിൾ മോഡൽ വീടുകളെ കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായമുണ്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ ഏതോ USA താമസിച്ചിരുന്നവരോ അല്ലെങ്കിൽ UK ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങൾ മഞ്ഞ ഉള്ള ഭാഗങ്ങൾ പണ്ടും, അതായത് രാവിലെ എഴുതിക്കുമ്പോഴും മഞ്ഞ് കോരി മാറ്റിയല്ല പുറത്ത് കാലിട്ട് ചവിട്ടാൻ വയ്യാത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് ഇതുപോലുള്ള വി മോഡലിലെ വീടുകൾ വയ്ക്കുന്നത്. കാരണം മഞ്ഞും മറ്റും കണ്ട് കറക്റ്റ് സ്ലെയർ ചെയ്ത് ഇനി പോരണം, അത് അവിടെ കെട്ടിക്കിടക്കില്ല. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഒരിക്കലും തന്നെ ആ നിർമ്മാണം ശരിയല്ല. അവരിപ്പോൾ മോഡലിലൊക്കെ വച്ചു കഴിഞ്ഞെങ്കിൽ തന്നെയും ആ വീടിൻ്റെ അസ്വസ്ഥത ഉണ്ടാകും. സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ആ മോഡൽ ഒരിക്കലും തന്നെ നല്ലതല്ല. അമിതമായ ചൂട് അനുഭവപ്പെടും ആ വീടിനുള്ളിൽ, അത് നല്ലതുമല്ല. നമ്മുടെ വായുവിൻ്റെ ക്രമീകരണമാണെങ്കിലും ശരി, മറ്റുള്ള ക്രമീകരണങ്ങളായാലും ശരി, നമ്മുടെ ഒരു സാധാരണ കേരള സ്റ്റൈലെന്ന് പറഞ്ഞാൽ പണ്ട് കാലം എന്ന് പറയുന്നത് നമുക്കിവിടെ പിന്നെ മഴ ആയിരുന്നാലും ശരി, വെയിലായിരുന്നാലും ശരി, മഞ്ഞായിരുന്നാലും ശരി, മാറി നോക്കി കിട്ടുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥ പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ വീട് വയ്ക്കുകയാണ് കേരള സ്റ്റൈൽ എന്ന് പറയുന്നത്. അതാണ് എപ്പോഴും തന്നെ സൺഷെയ്ഡ് കൊടുത്തുകൊണ്ടുള്ള നിർമ്മാണം പറയുന്നത്. അതായത് മഴ അല്ലെങ്കിൽ പിന്നെ ഈ കണ്ടംപററി സ്റ്റൈലുണ്ടല്ലോ, ബാംഗ്ലൂരൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടംപററി സ്റ്റൈൽ വേണം. കണ്ടംപററി സ്റ്റൈല് നമ്മുടെ കേരളത്തിനകത്ത് തിരുവനന്തപുരത്ത് ഒരുപാട് വീടുകൾ, പക്ഷെ അങ്ങനെയുള്ള വീടുകൾ പ്ലെയിനായിട്ട് വെള്ളം ചിലപ്പോൾ അടിക്കുമ്പോൾ വീടിനകത്ത് സിറ്റ് ഔട്ട് വേണ്ടി നേരെ ഡോറിനും അങ്ങ് ഡ്രായി ഹാളിലൊരു വെള്ളം അടിച്ച് കയറും കാറ്റിൻ്റെ ഗതി അനുസരിച്ച്. ഒരിക്കലും തന്നെ നമ്മുടെ കേരളത്തിൽ അത് കണ്ടംപററി സ്റ്റൈലും കേരള സ്റ്റൈലും മിക്സ് ചെയ്തൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പരിപൂർണ്ണമായിട്ട് കണ്ടംപററി സ്റ്റൈൽ വീട് പെട്ടെന്ന് വയസ്സാകും. അതിൻ്റെ അർത്ഥം ഒന്നുമില്ല. വയസ്സാകുന്ന ചെന്നാൽ ഉള്ള പെയിൻറ്റും കാര്യങ്ങളെല്ലാം പോയിട്ട് വല്ലാതെ ഇല്ല. അപ്പോൾ എപ്പോഴും തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് കിടക്കണം. പെട്ടെന്ന് തന്നെ ഈ ഫില്ലറും കാര്യങ്ങളും പായൽ പിടിച്ച് അത് വൃത്തികേടായി. അപ്പോൾ കേരള സ്റ്റൈല് പ്രത്യേകതയാണ്. കേരള സ്റ്റൈൽ പണ്ട് നല്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അതുണ്ടായത്. വിദേശ രാജ്യങ്ങളുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് അവിടെ ഏറ്റവും കൂടുതൽ മഞ്ഞ് വീഴുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് അവർ ഈ വി മോഡൽ പോലുള്ള വീട്ടിൽ പണിയും. അപ്പോൾ മഞ്ഞ് വീണപ്പോലും ചിറക്കി നേരിഞ്ഞ് മുറ്റത്തേക്ക് പോകത്തക്ക രീതി അതേ മോഡൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവച്ചിരുന്ന നല്ല വിവരം അറിയും. ഒരിക്കലും തന്നെ ചൂടായിരിക്കും, അമിതമായ ചൂടായിരിക്കും. സന്തുലനാവസ്ഥ ക്രമീകരണം ശരിയാകില്ല. അതുകൊണ്ട് UK US ഉള്ള വീടിൻ്റെ മോഡൽ നമ്മുടെ കേരളത്തിൽ അനുയോജ്യം ആകില്ല. അതാണ് എൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് എവിടെയായിരുന്നാലും ശരി, ഏത് രാജ്യം അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് നമ്മുടെ പാർപ്പിടം പണിയുക. അതാണ് സത്യം. സർ, മറ്റൊരു ചോദ്യം തൃശ്ശൂരിൽ നിന്നും രമണി ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ 3 സെൻറ്റിനകത്താണ് ഒരു ചെറിയ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 2 നില വീടാണ്. ഇതിൻ്റെ സ്റ്റെയർ കേസ് കിഴക്കോട്ട് നോക്കി കയറി വടക്കോട്ട് തിരിഞ്ഞാണ് വരുന്നത്. ഇത് വീടിൻ്റെ ദോഷമാണെന്ന് ഒരു വാസ്തു അറിയത്തക്ക ആൾ പറഞ്ഞു. അത് ശരിയാണോ? കിഴക്കോട്ട് തിരിഞ്ഞ് വടക്കോട്ട്. സാധാരണ ഇതിൽ നമ്മൾ ഭൂമിയുടെ റൊട്ടേഷൻ എന്ന് പറഞ്ഞത് അറിയില്ല, ക്ലോക്ക് വൈസാണ്. ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം എങ്ങനെയാണ്? ക്ലോക്ക് വൈസല്ലേ, ഇടത്ത് നിന്ന് വലത്തോട്ട്. ഭൂമിയുടെ ഭ്രമണവും അത് തന്നെ, അതായത് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതേ തത്വം തന്നെയാണ് വീടിനകത്തുള്ള സ്റ്റെയർ കേസും കൊടുക്കേണ്ടത്. വീടിനകത്തുള്ള സ്റ്റെയർ കേസ് അങ്ങനെയാണ് കണക്കെടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ ഇപ്പോഴും ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ക്ലോക്ക് വൈസിൽ കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്ന സ്ഥിതിക്ക് ആൻറ്റി ക്ലോക്ക് വൈസാണ് ആ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് എന്നും പറഞ്ഞാൽ അതും വലിയൊരു വാസ്തുദോഷമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും കഴിയുന്നത് നമുക്ക് ക്ലോക്ക് വൈസ് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ പല ആൾക്കാരും അയ്യോ ഇങ്ങനെ കൊണ്ട് ഞങ്ങളെ ഇടിച്ച് പൊടിച്ചിട്ട് മാറ്റി പൊടിക്കാനൊന്നും പോകണ്ട. അപ്പോൾ ചെയ്തുകൊണ്ട് അതൊന്നും വലിയൊരു ദോഷമാണ്. ദോഷം പെട്ടെന്ന് തന്നെ കിട്ടത്തക്ക വീടിനകത്ത് ഒരുപാട് ക്രമീകരണമുണ്ട്. അതൊക്കെ ഞാൻ പല എപ്പിസോഡിലും പലതും പറഞ്ഞിട്ടുണ്ട്. ഈ കോമൺ ആയിട്ട് വരുന്ന ടോയ്ലറ്റ് ഉണ്ടല്ലോ, അത് അവർ നേരെ അതിൻ്റെ ഡോറ് നേരെ ഹാളിലേക്ക് തുറക്കത്തക്ക രീതിയിൽ കൊടുത്തു കളയും.
ചില വീടുകൾക്ക് ഒരു 3 ബെഡ്റൂം ഉണ്ടെന്ന് വെച്ചോട്ടെ. ഈ 3 ബെഡ്റൂം കൂടെ ഒരു ടോയ്ലറ്റ് ആയിരിക്കും. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റ് പണിയാന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അകത്ത് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ വരും. അപ്പോൾ ഇവർ എല്ലാത്തിനും കൂടെ ഒരു ടോയ്ലറ്റ് ചെയ്യും. ആ ടോയ്ലറ്റ് ഹാളിൽ നിന്ന് കയറത്തക്കിൽ ക്രമീകരിക്കും. അപ്പോൾ അത് എപ്പോഴും തന്നെ ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് എനർജി പുറന്തള്ളുന്ന ഭാഗമാണ് ടോയ്ലറ്റ്. പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം നമ്മുടെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനമാണ്. അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ ഈ നടുക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ ബ്രഹ്മസ്ഥാനമായിട്ട് ഇതിന് ബന്ധമുണ്ടാകും. ഒരിക്കലും തന്നെ ഓപ്പണായിട്ട്, അതായത് എത്ര മുറി ഓപ്പണായിട്ട് അല്ല. പല ആൾക്കാർ വേറൊരു ചിന്താഗതിയുണ്ട്. അവർ 2 മുറിക്കകത്ത് ശരിക്കും ബാത്ത് അറ്റാച്ചഡുണ്ട്. ഈ പ്ലാൻ വരയ്ക്കാൻ പറയും ഞങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് വേണം. ഈ വരയ്ക്കുന്ന നിവൃത്തിയിൽ അവർ ഏതെങ്കിലും വരയ്ക്കും. പക്ഷേ ആ ഡോർ കറക്റ്റായിട്ട് ഡൈനിങ് ഹാളിലേക്കോ ഡ്രോയിങ് ഹാളിലേക്കോ ലിവിങ് ഹാളിലേക്കോ തുറന്നു വരത്തേക്കില്ലായിരിക്കും ചെയ്യുന്നത്. എന്തിനാണങ്ങനെ? നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടല്ലേ വരുള്ളൂ. അവർക്ക് ഏതെങ്കിലും ഒരു മുറി കൊടുത്താൽ പോരെ. ഇങ്ങനെ ഒരു തെറ്റായൊരു പ്രവണത നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. പിന്നെ ഒരു പ്ലാൻ ചർച്ച ചെയ്ത് ഞാൻ തന്നെ നോക്കിക്കുന്നു, സാർ ഞങ്ങൾക്കൊരു ഗസ്റ്റ് വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ വെളിയിലുള്ളൊക്കെ അങ്ങനെയാണെങ്കിൽ പുറത്തേക്കൊരു ടോയ്ലറ്റ് ചെയ്താൽ പോരെ. വീടിന് വെളിയിലേക്ക് ഒരു ടോയ്ലറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് വെളിയിലുള്ളവർക്കും അകത്തുള്ളവർക്കും വേണമെങ്കിൽ അടുക്കളയിലുള്ളവർക്ക് സർവൻ്റൊക്കെ വേണം അവിടെ ഉപയോഗിക്കാമല്ലോ. അല്ലാതെ ഇതിനകത്ത് തന്നെ കുത്തിക്കയറ്റി കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അത് എപ്പോഴും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ടോയ്ലറ്റ് വന്ന് ഡോറ് തുറക്കുന്ന ഹാളിലേക്കോ തുറക്കരുത്. അതിനെന്തെങ്കിലും ക്രമീകരണം, ഒരു മറയുണ്ടായിരുന്നാൽ മതി. ഇങ്ങനെ മറിഞ്ഞിട്ട് തിരിച്ച് കറങ്ങി വന്ന് കയറുന്നതിന് തടസ്സമില്ല. അല്ലാതെ കൊടുത്ത ഏറ്റവും വലിയ ദോഷത്തിലേക്ക് സംഭവിക്കും. സർ, ഇതിനോട് റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യം കൂടെ. പുറത്ത് ടോയ്ലറ്റ് കൊടുക്കുമ്പോൾ അത് നമ്മൾ നമ്മുടെ അതിർത്തി തിരിച്ചു കൊടുക്കണമെന്നാണോ, അതോ നമ്മുടെ ഇതിനുള്ളിൽ വാസ്തു മണ്ഡലത്തിനുള്ളിൽ? മനസ്സിലായി. ചില ആൾക്കാർ നമ്മുടെ യഥാർത്ഥ ബിൽഡിങ്ങിനകത്ത് തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് ആ വീടിനകത്തൂടെ തന്നെ കയറും. പക്ഷേ അത് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് 1-2 ദോഷഫലങ്ങളുണ്ടാവും. കാരണം വീടെല്ലാം ലോക്ക് ചെയ്ത് നമ്മൾ പോയെന്നിരിക്കട്ടെ, ആർക്കെങ്കിലും വേണമെങ്കിൽ വീടിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യമെങ്കിൽ 2-3 കട്ട പൊട്ടിച്ച് കയറാൻ ഒന്നുമല്ല. ഈ ബാത്റൂമത്ത് കയറിക്കൊണ്ട് ഇത് പൊട്ടിച്ച് വീടിനകത്ത് കയറും. അത് ഒരിക്കലും തന്നെ സുരക്ഷിതമില്ല. അതങ്ങനെ കൊടുക്കുന്നത് വീടിന് ദോഷം തന്നെയാണ്. കാരണം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മോഷണം നടന്നിട്ട് ഇത് വഴി പൊട്ടിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കാനാണ് നല്ല. അവർക്ക് മറിഞ്ഞിരിക്കാനും എടുക്കാനുള്ള ഒരു വേദിയായി. പുറത്ത് വീടുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നമ്മുടെ എവിടെയാണ് വീടിൻ്റെ മുൻവശമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കരുത്. അല്ലാത്ത ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ചെയ്യുന്ന തടസ്സമില്ലല്ലോ. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാം. അതായിരിക്കും നല്ലത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന വീടിനകത്ത് ചുറ്റളവിനകത്ത് തന്നെ വീണ്ടും ഒരു കെട്ടി അകത്ത് വെളിയിൽ കൂടെ ഡോറിട്ട് കൊടുക്കുന്നത് പല ആൾക്കാരും ലാഭത്തിന് എവിടെയെങ്കിലും ഒതുങ്ങിയൊരു പ്ലേസ് വരും, അവിടെ ആവട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും. ചിലപ്പോൾ ചില മൂലകളിലും ചെയ്ത് കണ്ടുവരുന്നുണ്ട്. അതൊക്കെ ആപത്തും കൂടെയാണ്. ചെയ്യാതിരിക്കാനാണ് നല്ലത്. നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാർ ഇന്നും ഉത്തരം തന്നു. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.